ഞാൻ എൻ്റെ രണ്ടാമത്തെ വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരുങ്ങുകയാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഫിറ്റ്നസ് നിങ്ങൾക്കും. ഞാൻ നീതു മോൾ, ഒരു ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ് കൺസൾട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി ഡോക്യുമെൻ്റ് ചെയ്ത് നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തതാണ്. ഒരു 3 വർഷത്തോളം അത്യാവശ്യം നല്ല ഫിറ്റായി ബോഡി ഫാറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. ഒരു വർഷം മുമ്പ് ഒരു വൻ ചേഞ്ച് നടന്നു ലൈഫിൽ. ഞങ്ങൾ അമേരിക്കയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അതൊരു വൻ ചേഞ്ച് ആയിരുന്നു. മുൻപ് ഇവിടെ ജീവിച്ചതാണ്, എന്നാലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് ലൈറ്റായിട്ട് എടുക്കാമെന്ന് വെച്ചു. പോകുന്നത് പോലെ പോകട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടായിരുന്നു. അപ്പോഴും ഞാൻ റെഗുലറായി എക്സസൈസും വാക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഒരുപാട് വെയിറ്റ് ഗെയിൻ ഉണ്ടായി. മിഡ് സെക്ഷൻ ഫാറ്റ് കൂടി. വെയിറ്റ് ഗെയിൻ അല്ല ഒരു പ്രോബ്ലം, മെയിൻ പ്രോബ്ലം വെയിറ്റ് ഗെയിൻ ആയിരുന്നില്ല. മിഡ് സെക്ഷനിലാണ് എൻ്റെ ചാലഞ്ച്. മിഡ് സെക്ഷനിൽ വെയിറ്റ് ഗെയിൻ വന്നതുകൊണ്ട് പണ്ട് എനിക്കുണ്ടായിരുന്ന മാറാത്ത നടുവേദന ഒന്ന് ഇടയ്ക്ക് കാണിച്ചു തുടങ്ങി. ചെറുതായിട്ട് ഒരു കാലിൻ്റെ മുട്ടിന് പെയിൻ ഉണ്ടായിരുന്നു മുൻപ്, അതും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു, ഒന്നുകൂടി ഫിറ്റ് ആവണം, എന്നിട്ട് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുമ്പോൾ അത്യാവശ്യം എക്സ്പ്ലനേഷൻ കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ് കൺസൾട്ടൻ്റ് ആണ്. ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അറിയാവുന്നത് പോലെയൊക്കെ ഞാൻ സയൻറ്റിഫിക് വശങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. വളരെ ഡിസിപ്ലിൻഡായി എല്ലാ ദിവസവും കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ ഇമ്പോസിബിൾ അല്ല. ഒരു 3 മന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 മന്ത്സിൽ ഒരു 4 to 6 കിലോഗ്രാം ബോഡി വെയ്റ്റ് കുറഞ്ഞാൽ ഓക്കെ. പക്ഷേ മിഡ് സെക്ഷൻ നല്ല ചേഞ്ചസ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എക്സ്ട്രീമായിട്ടുള്ള ഡയറ്റിങ് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഇല്ല. അതെനിക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പതിയെ പതിയെ ചേഞ്ചസ് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുൻപും അങ്ങനെ തന്നെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് വർക്കാവുകയും ചെയ്തു. അത് കാരണം തൽക്കാലം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒട്ടും ശ്രദ്ധിക്കാത്തതാണെങ്കിൽ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം കാണാം. പക്ഷേ ഓൾറെഡി ഒരുപാട് സ്ട്രിക്റ്റായ ഡയറ്റും എക്സസൈസ് റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് വലിയ ചേഞ്ചസ് ഒന്നും കാണില്ല. ബോഡി കോമ്പോസിഷനിലാണ് ചേഞ്ചസ് പതിയെ കാണാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് പേരുടെ ഹെൽത്തും ലൈഫ് സ്റ്റൈലും ഒക്കെ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അതിലും മാറ്റം വരും. അപ്പോൾ എല്ലാവരുടെയും ചേഞ്ചസ് ഒരുപോലെ ആവണമെന്നില്ല. എന്നാലും ബേസിക്സിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഒരുപാട് ഫിറ്റ്നസ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു റുട്ടീൻ എനിക്ക് ഉണ്ട്, എന്നാലും വേണ്ടാത്ത എക്സ്ട്രാസും എൻ്റെ ലൈഫ് സ്റ്റൈലിലുണ്ട്. അതൊക്കെ കട്ട് ചെയ്യാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ആദ്യം തുടങ്ങുന്നതിന് മുമ്പുള്ള ബോഡി വെയ്റ്റ് മെഷർമെൻറ്റ്സ് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയും അത് ട്രാക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
സോ എൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനായി എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ബോഡി വെയ്റ്റ് മെഷർമെൻറ്റ്സും ഫോട്ടോസും എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് നിങ്ങളുമായി ഷെയറും ചെയ്യാം. അങ്ങനെ എൻ്റെ ഫുൾ 3 months ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആവുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നമുക്കങ്ങ് തുടങ്ങിക്കളയാം.